Welcome, dear students. So, നമ്മൾ HCF-മായി ബന്ധപ്പെട്ട ചില പ്രോബ്ലംസ് കൂടെ ഡിസ്കസ് ചെയ്യുകയാണ്. So, the problem is the sum of two numbers is 1 to 15 and the HCF is 81. How many pairs of such numbers can be formed? Find them. So, നമുക്ക് രണ്ട് നമ്പേഴ്സ് ഉണ്ട്. ആ രണ്ട് നമ്പേഴ്സിന്റെ തുക നമ്മുടെ നമ്പേഴ്സ് എന്നുള്ളത് രണ്ട് നമ്പേഴ്സിന്റെ തുകയായിട്ട് തന്നിരിക്കുന്നത് 1 to 15 ആണ്. രണ്ട് നമ്പേഴ്സിന്റെയും ഹയസ്റ്റ് കോമൺ ഫാക്ടർ 81 ആണ്. സോ നമ്മുടെ രണ്ട് നമ്പേഴ്സും 81ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. കാരണം 81 രണ്ട് നമ്പേഴ്സിന്റെയും ഫാക്ടർ ആണ്. ഇതാണ് നമുക്ക് ആകെ കൂടെ തന്നിരിക്കുന്നത്. സോ നമുക്ക് ആൻസറിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് തന്നിട്ടുണ്ട് HCF is 81 എന്ന്. So, നമ്മുടെ numbers clearly is a multiple of 81. കാരണം 81 എന്നുള്ളത് ഇതിന്റെ ഫാക്ടർ ആണ്, അതുമല്ല ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ്. സോ നമ്പേഴ്സ് ഓഫ് ദ ഫോം 81A, 81B ഇതായിരിക്കണം നമ്മുടെ നമ്പേഴ്സ്. എയും ബിയും വ്യത്യസ്തമായ രണ്ട് നമ്പേഴ്സ് ആയിരിക്കും. അപ്പൊ നമുക്ക് രണ്ട് നമ്പേഴ്സ് കിട്ടി. ഇനി എയുടെയും ബിയുടെയും വാല്യൂസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. ഇനി ഈ രണ്ട് നമ്പേഴ്സിന്റെ തുക സം എന്ന് പറയുന്നത് 1 to 15 എന്നും തന്നിട്ടുണ്ട്. സോ 81A പ്ലസ് 81B ഈസ് ഈക്വൽ ടു 1 to 15 എന്ന് തന്നിട്ടുണ്ട്. സോ 81 കോമൺ എടുക്കുമ്പോൾ 81 into A plus B is actually 1 to 15, which implies A plus B is equal to 1 to 15 divided by 81. ഡിവൈഡ് ചെയ്യുമ്പോൾ 15 എന്ന് ആൻസർ കിട്ടും. സോ നമുക്കിപ്പോൾ കിട്ടിയത്, നമ്മൾ എടുത്ത രണ്ട് നമ്പേഴ്സ് 81A, 81B എന്നുള്ള ഫോർമാറ്റിലാണ്. 81 HCF ആയതുകൊണ്ട്. ഇനി അതിന്റെ തുക 1 to 15 ആയതുകൊണ്ട് we can clearly state that A plus B is equal to 15 ആണെന്ന് പറയും. അപ്പൊ നമ്മൾ എടുത്ത ഈ രണ്ട് നമ്പേഴ്സിന്റെ തുക, ഈ എയുടെയും ബിയുടെയും തുക എന്ന് പറയുന്നത് 15 ആണെന്ന് നമുക്ക് കിട്ടി. ഓക്കെ, സോ ഇനി തുക സം 15 വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. 1ഉം 14ന്റെയും സമ്മ് 15 ആണ്. 1 plus 14 15 ആണ്. 2ഉം 13 എടുത്താൽ സമ്മ് 15 ആണ്. അടുത്തത് 3ഉം 12ഉം എടുത്താൽ സമ്മ് 15 ആണ്. അടുത്തത് 4ഉം 11ഉം എടുത്താലും സമ്മ് 15 ആണ്. 5ഉം 10ഉം എടുത്താലും സമ്മ് 15 ആണ്. 6ഉം 9ഉം എടുത്താലും സമ്മ് 15 ആണ്. 7ഉം 8ഉം എടുത്താലും സമ്മ് 15 ആണ്. ഇനിയും നമ്മൾ വീണ്ടും 8ഉം 7ഉം എടുത്താൽ ഇത് തന്നെയാണ് കിട്ടുന്നത്. ഇതേ ഫാക്ടേഴ്സിനെ റിപ്പീറ്റ് ചെയ്തേ. 9ഉം 6ഉം എടുത്തു വെച്ചാൽ 6ഉം 9ഉം തുല്യമായിട്ടുള്ള ഫാക്ടേഴ്സ്. ഇനി നമുക്ക് അപ്പൊ നമ്മുടെ A എന്നുള്ളത് 1 ആകാം, B എന്നുള്ളത് 14, A എന്നുള്ളത് 2, B എന്നുള്ളത് 13, A എന്നുള്ളത് 3, B എന്നുള്ളത് 12. ഇങ്ങനെയാണ്. ഇനി നമുക്കറിയാം നമ്മുടെ നമ്പേഴ്സിന്റെ ഫോർമാറ്റ് എന്നുള്ളത് 81A, 81B എന്നുള്ളതാണ്. 81 അതിന്റെ HCF ആണ്. സോ ഈ പറയുന്ന രണ്ട് നമ്പേഴ്സിനെ X is equal to 81A, Y is equal to 81B എന്നെടുത്തു. ഈ രണ്ട് നമ്പേഴ്സിന്റെയും ലാർജസ്റ്റ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 81 ആണ്. സോ ഈ രണ്ട് നമ്പറിനെയും 81 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന രണ്ട് നമ്പേഴ്സിന് കോമൺ ഫാക്ടേഴ്സ് ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സോ A and B has no common factors. കാരണം 81 ആണ് അതിന്റെ ലാർജസ്റ്റ് ഫാക്ടർ. ആ 81 എന്നുള്ള ഫാക്ടർ കളഞ്ഞു.
സോ ഇതിന്റെ അകത്ത് കോമൺ ഫാക്ടേഴ്സ് ഉള്ള കേസ് നമുക്ക് ഒഴിവാക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ എയുടെയും ബിയുടെയും കേസിൽ കോമൺ ഫാക്ടേഴ്സ് ഉള്ള കേസ് നമ്മളിപ്പോൾ 5ഉം 10ഉം എടുത്താൽ 5നും 10നും കോമൺ ആയിട്ട് 5 എന്നൊരു ഫാക്ടർ ഉണ്ട്. സോ എയും ബിയും കോമൺ ആയിട്ട് 5 എന്ന് പറയുന്ന വേറൊരു ഫാക്ടർ ഉള്ളത് കൊണ്ട് ഇത് എയും ബിയും ആകാൻ പാടില്ല. 3ഉം 12ഉം എടുത്താൽ ക്ലിയർലി നമുക്ക് പറയാൻ സാധിക്കും 3യുടെയും 12ന്റെയും കോമൺ ഫാക്ടർ 3 ആണ്. അപ്പോൾ 81 അല്ലാതെ വേറെയും ഫാക്ടർ വരുന്നുണ്ട്, വിച്ച് ഈസ് നോട്ട് പോസിബിൾ. സോ ഇത് ഒഴിവാക്കാം. 6ഉം 9ഉം എടുത്താലും ഇത് തന്നെ കോമൺ ഫാക്ടർ 3 വരും. അപ്പോൾ 81 അല്ലാതെ വേറെയും കോമൺ ഫാക്ടർ ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം, വിച്ച് ഈസ് നോട്ട് പോസിബിൾ. സോ നമുക്ക് റിമൈൻ ചെയ്യുന്നത് വളരെ കുറച്ച് കേസുകൾ മാത്രമേ നമുക്ക് റിമൈൻ ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ ദ കേസസ് വിച്ച് റിമൈൻസ് ആർ ഒന്നുകിൽ എ ബി എന്നുള്ളത് 140 എന്നുള്ള ഫോർമാറ്റ് ആകാം, അല്ലെങ്കിൽ 213, അല്ലെങ്കിൽ 411, അല്ലെങ്കിൽ 7-8. ഓക്കെ, ഇത് നാലുമാണ് എയും ബിയും ആകാൻ ചാൻസ് ഉള്ള നമ്പേഴ്സ്. അപ്പൊ എയുടെയും ബിയുടെയും പോസിബിലിറ്റി എടുത്തു. ഇനി നമ്മൾ എക്സും വൈയും കണ്ടെത്തുകയാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. സോ എക്സ് എന്നുള്ളത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എക്സ് എന്നുള്ളത് 81A എന്ന് വെച്ചാൽ ഫസ്റ്റ് കേസിൽ 81, y എന്നുള്ളത് 81B, ബി എന്നുള്ളത് ഈ കേസിൽ 14 ആണ്. സോ 81 into 14 എന്ന് കിട്ടും, വിച്ച് ഈസ് ആക്ച്വലി 1134. സോ നമ്മുടെ നമ്പേഴ്സ് 81,1134 ആകാം. ഓക്കെ, അത് ഫസ്റ്റ് കേസ്. രണ്ടാമത്തെ കേസ് എക്സ് ഈസ് ഈക്വൽ ടു 81 into 2, ഇവിടെ 2 ആണ്. സോ 162. y is equal to 81 into 13, which is actually 1053. സോ ഇത് രണ്ടും ആകാം നമ്പേഴ്സ് രണ്ടാമത്തെ കേസ്. മൂന്നാമത്തെ കേസിൽ എക്സ് ഈസ് ഈക്വൽ ടു 81 into 4, which is 324. y is equal to 81 into 11, so which is actually 891. Last case x is equal to 81 into 7, which is actually 567, and y is equal to 81 into 8, which is actually 648. So ഇതൊക്കെയാണ് നമുക്ക് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് വരാൻ സാധ്യതയുള്ള നമ്പേഴ്സ്. സോ നമ്മൾ HCFന്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ പോസിബിലിറ്റിയും കൺസിഡർ ചെയ്തിട്ടാണ് ഇത് ചെയ്തത്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The product of two numbers is 7168 and their HCF is 16. Find the sum of all possible numbers. രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് 7168 ആണ്, അതിന്റെ HCF 16 ആണ്. അങ്ങനെ വരാൻ സാധ്യതയുള്ള എല്ലാ നമ്പേഴ്സും കണ്ടെത്തണം, ആ നമ്പേഴ്സിന്റെ എല്ലാം തുകയും കണ്ടുപിടിക്കും. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. സോ we proceed on to the answers. ഓക്കെ, തന്നിട്ടുണ്ട് HCF 16 ആണ് തന്നിട്ടുണ്ട്, വിച്ച് മീൻസ് നമ്മുടെ രണ്ട് നമ്പേഴ്സും 16ന്റെ മൾട്ടിപ്പിൾ ആണ്. സോ ദ പോസിബിൾ നമ്പേഴ്സ് ആർ 16A, 16B. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് ഈ എയുടെയും ബിയുടെയും വാല്യൂ മാത്രം നമുക്ക് കണ്ടെത്തിയാൽ മതി. ഓക്കെ, അവിടെയാണ് നമ്മൾ അടുത്തത് നോക്കേണ്ടത്. ഈ രണ്ട് നമ്പേഴ്സിന്റെയും പ്രോഡക്റ്റ് 7168 ആണെന്ന് തന്നിട്ടുണ്ട്. സോ നെക്സ്റ്റ് ഈസ് 16A into 16B is actually 7168 എന്ന് തന്നിട്ടുണ്ട്. സോ 16 square AB is equal to 7168, which implies AB is equal to 7168 by 16 square. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് റൈറ്റ് സൈഡിൽ പോകുമ്പോൾ ഡിവിഷൻ ആകും. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ ഈസ് 28. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. സോ AB is equal to 28. ഓക്കെ, സോ നമ്മൾ നമുക്ക് കിട്ടേണ്ട രണ്ട് നമ്പേഴ്സ് എയും ബിയുമാണ്. അതിന്റെ പ്രോഡക്റ്റ് 28 ആണെന്ന് നമുക്ക് കിട്ടി. സോ ഇതിന്റെ പ്രോഡക്റ്റ് 28 ആണെങ്കിൽ ഇനിയും രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് 28 ആകുന്ന വിധത്തിൽ
വരാൻ സാധ്യതയുള്ള നമ്പേഴ്സ് കണ്ടെത്തുക. ഓക്കെ, നമുക്കറിയാം 1ന്റെയും 28ന്റെയും പ്രോഡക്റ്റ് 28 ആണ്. 2ന്റെയും 14ന്റെയും പ്രോഡക്റ്റ് 28 ആണ്. അതുപോലെ തന്നെ 4ന്റെയും 7ന്റെയും പ്രോഡക്റ്റും 28 തന്നെയാണ്. സോ ഇനി ബാക്കി വരുന്ന നമ്പേഴ്സ് ഇത് തിരിച്ച് എഴുതുക. 28 1, 14 2, 4 7. സോ എയുടെ പോസിബിലിറ്റി 1, 2, 4 ഇതിലേതെങ്കിലും. ബിയുടെ പോസിബിലിറ്റി 28 14 7. ഇനി നമുക്കറിയാം നമ്മുടെ നമ്പേഴ്സ് എക്സ് എന്നുള്ളത് 16a, y എന്നുള്ളത് 16b. ഓക്കെ, സോ ഇതിനെ 16 രണ്ട് നമ്പേഴ്സിനെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പേഴ്സ് ആണ് എയും ബിയും. 16 എന്നുള്ളത് HCF ആണ്. സോ എക്സ് ബൈ 16 y ബൈ 16 എന്നുള്ള രണ്ട് നമ്പേഴ്സിനും കോമൺ ആയിട്ട് ഫാക്ടേഴ്സ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. കാരണം 16 അതിന്റെ HCF ആണ്. സോ ഈ രണ്ട് നമ്പേഴ്സ് 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പേഴ്സ് ആണ് എയും ബിയും. സോ ഇത് കോമൺ ആയിട്ട് ഫാക്ടേഴ്സ് ഉള്ള നമ്പേഴ്സ് നമുക്ക് ഒഴിവാക്കിയെടുക്കാം. ഇവിടെ 2ഉം 14 എടുക്കുമ്പോൾ 2ഉം 14 അകത്ത് 2 കോമൺ ഫാക്ടർ ആണ്. സോ എ ബി എന്നുള്ളത് 2, 14 വരാൻ സാധ്യതയില്ല. കാരണം എക്സ് ബൈ 16 എന്നുള്ളതാണ് എ, y ബൈ 16 എന്നുള്ളതാണ് ബി. ഇതിന് രണ്ടിനും കോമൺ ആയിട്ട് വേറെ ഫാക്ടർ ഉണ്ടാകാൻ പാടില്ല. സോ എ 2ഉം ബി 14ഉം ആണെങ്കിൽ ഇതിന് രണ്ടിനും വേറൊരു കോമൺ ഫാക്ടർ ഉണ്ട്, വിച്ച് ഈസ് 2. സോ ഈ കേസ് നമുക്ക് ഒഴിവാക്കാം. അപ്പൊ ബാക്കി രണ്ട് കേസുകൾ മാത്രമേ റിമെയിൻ ചെയ്യുന്നുള്ളൂ. 1, 28, 4, 7. സോ എക്സിന്റെ പോസിബിലിറ്റി എന്നുള്ളത് 16 into 1. ഫസ്റ്റ് കേസിൽ 16, y is equal to 16 into 28, which is equal to 448. ഇതാണ് ഫസ്റ്റ് പോസിബിലിറ്റി. രണ്ടാമത്തെ പോസിബിലിറ്റി x is equal to 16 into 4, which is 64. y is equal to 16 into 7, which is equal to 112. അപ്പൊ നമുക്ക് പോസിബിൾ ആയിട്ട് വരാൻ സാധ്യതയുള്ള നമ്പേഴ്സ് എന്ന് വെച്ചാൽ 16, 448, 64, 112. നമുക്കിനി കണ്ടെത്തേണ്ടത് ഈ നമ്പേഴ്സ് മാത്രം കണ്ടെത്തിയാൽ പോരാ, ഈ നമ്പേഴ്സിന്റെ തുകയും നമ്മൾ കണ്ടുപിടിക്കും. സോ ലാസ്റ്റിൽ the sum of the numbers is sum of the numbers is 16 plus 448 plus 64 plus 112, which is equal to 640. ഇതാണ് നമുക്ക് കിട്ടേണ്ട ആൻസർ. പ്രത്യേകം നമ്മൾ യൂസ് ചെയ്ത ടെക്നിക്കുകൾ ഒന്നുകൂടെ പറയാം. ഒന്നാമത് 16 HCF ആണെങ്കിൽ നമ്മുടെ പോസിബിൾ നമ്പേഴ്സ് എന്ന് പറയുന്നത് 16ന്റെ മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് അതിനെ 16a, 16b എന്ന് എഴുതി. ഇനി അതിന്റെ പ്രോഡക്റ്റ് തന്നിട്ടുണ്ട്. സോ 16a into 16b should be 7168. അതിൽ നിന്ന് AB കണ്ടുപിടിച്ചു. സോ AB 28 എന്ന് കിട്ടി. ഇനി രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് 28 ആകുന്ന രീതിയിൽ വരാനുള്ള പോസിബിലിറ്റി 1, 28, 2, 14, 4, 7. ഈ മൂന്ന് പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ. ഇനി എയും ബിയും എന്ന് വെച്ചാൽ എക്സ് എന്നുള്ളത് 16a എന്നും y എന്നുള്ളത് 16b എന്നുമാണ് നമ്മുടെ റിക്വയർഡ് നമ്പേഴ്സ്. എക്സ് ബൈ 16, y ബൈ 16 ആണ് a, b എന്ന് പറയുന്ന നമ്പേഴ്സ്. സോ 16 HCF ആയതുകൊണ്ട് ഈ എക്സിനും വൈക്കും കോമൺ ആയിട്ട് കാണാൻ സാധ്യതയുള്ള മാക്സിമം ഫാക്ടർ ആണ് 16. അപ്പൊ എക്സ് ബൈ 16ഉം y ബൈ 16ഉം എടുത്താൽ അതിന് കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടാകാൻ സാധ്യതയില്ല. എക്സ് ബൈ 16 എന്ന് വെച്ചാൽ എ ആണ്, y ബൈ 16 എന്ന് വെച്ചാൽ ബി ആണ്. സോ എക്കും ബിക്കും കോമൺ ആയ ഫാക്ടേഴ്സ് ഉണ്ടാകാൻ സാധ്യതയില്ല. സോ ഈ പോസിബിലിറ്റിക്കകത്ത് കോമൺ ആയ ഫാക്ടേഴ്സ് ഉള്ള പോസിബിലിറ്റി നമുക്ക് ഒഴിവാക്കാം. 240 എന്നുള്ള നമ്പേഴ്സ് എടുത്താൽ 2നും 14നും കോമൺ ആയിട്ട് ഒരു ഫാക്ടർ ഉണ്ട്, വിച്ച് ഈസ് 2, which is not possible. സോ ഈ കേസ് ഒഴിവാക്കി 128, 47 എന്നുള്ള കേസ് എടുത്തു. ഫസ്റ്റ് കേസിൽ എ 1 എന്നും ബി 28 എന്നും എടുത്തു. സെക്കൻഡ് കേസിൽ എ 4 എന്നും ബി 7 എന്നും എടുത്തു. 4 നമ്പേഴ്സ് കണ്ടുപിടിച്ചു, അതിന്റെ തുകയും കണ്ടുപിടിച്ചു. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. താങ്ക് യു.